ഉഷകാലമെന്താനന്ദം നമ്മൾ പ്രിയനോടടുത്തിടുകിൽ. ഉഷകാലം നാം എഴുന്നേൽക്കുക പരമേശുവെ സ്തുതിപ്പാൻ. ഉഷകാലമെന്നാനന്ദം നമ്മൾ പ്രിയനോടടുത്തിടുകിൽ. ഈശോയെ നന്ദി, യേശുവേ സ്തുതി. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമ്മുടെ കണ്ണുകളെയൊക്കെ അടയ്ക്കാം. യേശുവേ ആരാധന. യേശുവേ ശാന്തമായിട്ട് യേശുവേ ഈ പ്രഭാതം എൻ്റെ കർത്താവിൻ്റെ കൂടെ ആയിരിക്കാനായിട്ട് നമ്മുടെ എല്ലാ ചിന്തകളൊന്നും മാറ്റിവെച്ച കുറച്ച് സമയം നമ്മൾ കർത്താവിനായിട്ട് കൊടുക്കുന്ന പകലാണ്, ദിവസമാണ് ഇത്. എല്ലാ ചിന്തകളും മാറട്ടെ കേട്ടോ. യാതൊരു വിധത്തിലുള്ള അസ്വസ്ഥതകളോ പ്രാർത്ഥന ആവശ്യങ്ങളോ നമ്മളിപ്പോൾ നമ്മുടെ ഉള്ളിൽ കരുതേണ്ട ആവശ്യമില്ല. എല്ലാ ചിന്തകളും മാറട്ടെ. ശാന്തമായിട്ട് ഈശോയുടെ കൂടെ ആയിരിക്കും. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തുതി. ത്രിത്വനാമത്താൽ നമ്മളെ തന്നെ മുദ്രണം ചെയ്ത് ഈ ദിനം നമുക്ക് ആരംഭിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും ആമേൻ. സ്വർഗത്തിലുള്ളവനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടട്ടെ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകട്ടെ. ഞങ്ങളുടെ ആവശ്യത്തിനുള്ള അപ്പം ഇനി ഞങ്ങൾക്ക് തരികയും ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുതേ, എന്നാൽ ദുഷ്ടനിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. പ്രിയരെ, ഇന്ന് കർത്താവ് നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് നൽകിയിരിക്കുന്ന സങ്കീർത്തനം 74-ാമത്തെ സങ്കീർത്തനമാണ്. ദൈവ വിടുതലിനായിട്ടുള്ളൊരു പ്രാർത്ഥന. ശത്രുക്കളിൽ നിന്ന് മറ്റേതെങ്കിലും രീതിയിലുള്ള ഉപദ്രവങ്ങൾ, രോഗാവസ്ഥകൾ എല്ലാത്തിൽ നിന്നും യേശു നമ്മെ വിടുവിക്കുന്നതിനുള്ള ഒരു പ്രാർത്ഥനയാണ് 74-ാമത്തെ സങ്കീർത്തനം. ദൈവമേ, നീ ഞങ്ങളെ സദാകാലത്തേക്കും തള്ളിക്കളഞ്ഞതെന്ത്? നിന്റെ മേച്ചിൽ പുറത്തെ ആടുകളുടെ നേരെ നീ കോപം പുകയുന്നതുമെന്ത്? നീ പണ്ടേ സമ്പാദിച്ച നിന്റെ സഭയെയും നീ വീണ്ടെടുത്ത നിന്റെ അവകാശഗോത്രത്തെയും നീ വസിച്ചു പോന്ന സിയോൻ പർവ്വതത്തെയും ഓർക്കേണമേ.
നിത്യശൂന്യങ്ങളിലേക്ക് നിന്റെ കാലടി വെക്കണമേ. ശത്രു വിശുദ്ധ മന്ദിരത്തിൽ സകലവും നശിപ്പിച്ചിരിക്കുന്നു. നിന്റെ വൈരികൾ നിന്റെ സമാഗമന സ്ഥലത്തിൻ്റെ നടുവിൽ അലറുന്നു. തങ്ങളുടെ കൊടികളെ അവർ അടയാളങ്ങളാക്കി നാട്ടിയിരിക്കുന്നു. അവർ മരക്കൂട്ടത്തിന്മേൽ കോടാലിയോങ്ങുന്നതുപോലെ തോന്നി. ഇതാ അവർ മഴുകൊണ്ടും ചുറ്റിക കൊണ്ടും നിന്റെ ചിത്രപ്പണികളെ ആകപ്പാടെ തകർത്തു കളയുന്നു. അവർ നിന്റെ വിശുദ്ധ മന്ദിരത്തിന് തീവച്ചു. തിരുനിവാസത്തെ അവർ ഇടിച്ചു നിരത്തി അശുദ്ധമാക്കി. നാം അവരെ നശിപ്പിച്ചു കളക എന്നവർ ഉള്ളം കൊണ്ട് പറഞ്ഞു. ദേശത്തിൽ ദൈവത്തിൻ്റെ എല്ലാ പള്ളികളെയും ചുട്ടുകളഞ്ഞു. ഞങ്ങൾ ഞങ്ങളുടെ അടയാളങ്ങളെ കാണുന്നില്ല. യാതൊരു പ്രവാചകനും ശേഷിച്ചിട്ടില്ല. ഇതെത്രത്തോളം എന്നറിയുന്നവനാരും ഞങ്ങളുടെ ഇടയിലില്ല. ദൈവമേ, വൈരി എത്രത്തോളം നിന്ദിക്കും? ശത്രു നിന്റെ നാമത്തെ എന്നേക്കും ദൂഷിക്കുമോ? നിന്റെ വലം കൈ നീ വലിച്ചു കളയുന്നതെന്ത്? നിന്റെ മടിയിൽ നിന്നും അത് എടുത്ത് അവരെ മുടിക്കണമേ. ദൈവം പുരാതനമേ എൻ്റെ രാജാവാകുന്നു. ഭൂമിയുടെ മധ്യേ അവൻ രക്ഷ പ്രവർത്തിക്കുന്നു. നിന്റെ ശക്തി കൊണ്ട് നീ സമുദ്രത്തെ വിഭാഗിച്ചു. വെള്ളത്തിലുള്ള തിമിംഗലങ്ങളുടെ തലകളെ ഉടച്ചു കളഞ്ഞു. ലിവ്യാതാന്റെ തലകളെ നീ തകർത്തു. മരുവാസികളായ ജനത്തിന് അതിനെ ആഹാരമാക്കി കൊടുത്തു. നീ ഉറവും മുഴുക്കും തുറന്നു വിട്ടു. മഹാനദികളെ നീ വറ്റിച്ചു കളഞ്ഞു. പകൽ നിനക്കുള്ളത്, രാവും നിനക്കുള്ളത്. വെളിച്ചത്തെയും സൂര്യനെയും നീ ചമച്ചിരിക്കുന്നു. ഭൂസീമകളെയൊക്കെയും നീ സ്ഥാപിച്ചു. നീ ഉഷ്ണകാലവും ശീതകാലവും നിയമിച്ചു. യഹോവേ, ശത്രു നിന്ദിച്ചിരിക്കുന്നതും മൂഢജാതി തിരുനാമത്തെ ദുഷിച്ചിരിക്കുന്നതും ഓർക്കേണമേ. നിന്റെ കുറുപ്രാവിനെ ദുഷ്ടമൃഗത്തിനെ ഏൽപ്പിക്കരുതേ. നിന്റെ എളിയവരുടെ ജീവനെ എന്നേക്കും മറക്കരുതേ. നിന്റെ നിയമത്തെ കടാക്ഷിക്കണമേ. ഭൂമിയുടെ അന്ധകാര സ്ഥലങ്ങൾ സാഹസ നിവാസങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പീഡിതൻ ലജ്ജിച്ച് പിന്തിരിയരുതേ. എളിയവനും ദരിദ്രനും നിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. ദൈവമേ, എഴുന്നേറ്റ് നിന്റെ വ്യവഹാരം നടത്തേണമേ. മൂഢൻ ഇടപെടാതെ നിന്നെ നിന്ദിക്കുന്നത് ഓർക്കേണമേ. നിന്റെ വൈരികളുടെ ആരവം മറക്കരുതേ. നിന്റെ എതിരാളികളുടെ കലഹം എപ്പോഴും പൊങ്ങിക്കൊണ്ടിരിക്കുന്നു. കണ്ണുകളടയ്ക്കാം. ശാന്തതയോടെ എൻ്റെ ഈശോയുടെ മുൻപിൽ നമുക്കായിരിക്കും. ശാന്തതയോടെ നമ്മുടെ എല്ലാ ചിന്തകളും ഈശോയിലേക്ക് കൊടുത്ത് കണ്ണുകളെ ഒന്ന് അടച്ച്, കണ്ണുകളെ ഒന്ന് അടച്ച് ഒരു കാര്യം പോലും നമ്മൾ ഈ സമയം ചിന്തിക്കേണ്ട കേട്ടോ. ഒരു കാര്യം പോലും ഈ സമയം ചിന്തിക്കേണ്ട. ഈശോയുടെ മുൻപിൽ, എൻ്റെ ദൈവ തിരുസന്നിധിയിൽ ഈ ആഴ്ചയിലെ ആദ്യ ദിവസം നമ്മൾ ആയിരിക്കുകയാണ്. പ്രവർത്തിക്കുന്ന ആദ്യ ദിവസം നമ്മളായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ വിശ്രമത്തിന് ശേഷം കർത്താവിനോട് കൂടെ ഈ പ്രഭാതം ഒരുപക്ഷെ അത്ര അനുകൂലമായ ഒരു കാലാവസ്ഥയല്ല കർത്താവ് നമുക്ക് ഈ ആലയത്തിലേക്ക് കടന്നു വരാൻ നൽകിയിട്ടുള്ളത്. എങ്കിലും കർത്താവേ, ചെറിയൊരു പ്രതികൂലമായ കാലാവസ്ഥയാണെങ്കിലും ഞങ്ങളിതാ അങ്ങയുടെ തിരുസന്നിധിയിൽ ഇവിടെ കടന്നു വന്നിരിക്കുകയാണ്.
നന്ദി പറഞ്ഞേക്കുന്ന കർത്താവേ, ഞങ്ങളെ ഒരുക്കിയതിനും ഞങ്ങളെ കാത്തുപാലിച്ചതിനും ഞങ്ങൾ നന്ദി പറഞ്ഞേക്കുന്നു. വചനധാരയുടെ 424 ഈ ദിവസം മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ തിരുവചനമാണ് ഇന്ന് അതിരാവിലെ. എൻ്റെ ദൈവമേ, എനിക്കായിട്ട് ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന, ഈ പ്രഭാത ധ്യാനത്തിൽ പങ്കെടുക്കുന്ന അങ്ങയുടെ മക്കൾക്കായിട്ട് ഒരു വചനം നൽകണമേ എന്ന പ്രാർത്ഥനയോടെ ഈശോയുടെ അപേക്ഷയുടെ പ്രത്യുത്തരം. മത്തായി 19:14. ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടയരുത്, സ്വർഗരാജ്യം ഇങ്ങനെ ഉള്ളവരുടേതല്ലോ. ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ. നമ്മുടെ കുട്ടിക്കാലമൊക്കെ ഒന്ന് ആലോചിച്ച്, എത്ര നിഷ്കളങ്കരായിരുന്നു നമ്മൾ ഓരോരുത്തരും. എൻ്റെ അപ്പൻ്റെ, അമ്മയുടെ, സഹോദരങ്ങളുടെ ആ ഭവനത്തിൽ കൂട്ടായിട്ട് പഠനത്തിൻ്റെയും കളിചിരികളുടെയും ചെറിയ ചെറിയ പിണക്കങ്ങളുടെയും ആ നാളുകൾ. ഈശോയ്ക്കൊന്ന് വലിയൊരു നന്ദി പറഞ്ഞേക്കണം കേട്ടോ. കർത്താവേ, ഞങ്ങൾക്ക് മനോഹരമായ ഒരു കുട്ടിക്കാലം എൻ്റെ അപ്പൻ്റെ കൂടെ, അമ്മയുടെ കൂടെ, വീട്ടുകാരുടെ കൂടെ, കുടുംബക്കാരുടെ കൂടെ, സഹോദരങ്ങളുടെ കൂടെ നൽകിയതിന് ഇന്ന് ലോകത്തിലെ കോടിക്കണക്കിന് കുഞ്ഞുങ്ങൾ അവരുടെ ഇളം പ്രായം ആസ്വദിക്കാനായിട്ട് സാധിക്കാതെ പോകുന്നവരുണ്ട്. വിവിധ കാര്യങ്ങളല്ലേ, രോഗാവസ്ഥകൾ, ചുറ്റുപാടിൻ്റെ സമ്മർദ്ദങ്ങൾ, ഒരുപക്ഷെ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം ശരിയായിട്ട് നിർവഹിക്കാത്തതിൻ്റെ പേരിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പൂർണ്ണമായിട്ടും ഈശോ അതിരാവിലെ നമുക്ക് നൽകിയ ആ സന്ദേശം, ആ വചനം നമ്മുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനാണ് ഈശോ ആഗ്രഹിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ പൂർണ്ണമായിട്ടും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ ഈ വചനത്തിൻ്റെ ഏറ്റവും മനോഹരമായ പ്രതിഫലനം ഇന്ന് ഈ പ്രഭാത ധ്യാനം ആരംഭിക്കുന്നതോടുകൂടി ഒരു മകൻ നമ്മളൊക്കെ അറിയുന്ന ഒരാളായിരിക്കും, അഖിലെ. മഞ്ഞപ്പിത്തത്തിൻ്റെ ഒരു ചെറിയ അസുഖത്തിൻ്റെ മേഖലകളിലൂടെ ഒരു കുഞ്ഞ് കടന്നു പോകുന്നുണ്ട്. പ്രത്യേകം അച്ചോ നമ്മൾ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ കുഞ്ഞിനെ കൂടി ഓർത്തേക്കണേ, അവനെ കൂടി ഓർത്തേക്കണേ. ഈശോയുടെ ആഗ്രഹവും ഇത് തന്നെയായിരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളെ പൂർണ്ണമായിട്ട്, രോഗാവസ്ഥയിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ ജോലിക്കായിട്ട്, അടിമവേല പോലെ ജോലിക്കായിട്ട് നിയോഗിക്കപ്പെട്ട ബാല്യത്തിലെ കുഞ്ഞുങ്ങൾ ആരുടെയൊക്കെയോ നിർബന്ധത്തിന് വഴങ്ങി നിഷ്കളങ്കമായി പുഞ്ചിരിയോടും കളിച്ചും ചിരിച്ചും ഇരിക്കേണ്ട പൈതൽ പ്രായം ഭിക്ഷാടനത്തിനായി നിയോഗിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ തിരുവോരങ്ങളിലെ വഴിയാത്ര ചെയ്യുമ്പോഴൊക്കെ നമ്മൾ കാണും. എത്രയോ കുഞ്ഞുങ്ങൾ അവർക്കത്ര ഇഷ്ടമുണ്ടായിട്ടൊന്നും ആവില്ല, പക്ഷെ ആരുടെയൊക്കെയാണ് നിർബന്ധം
പീഡനങ്ങൾ, അതികഠിനമായ രോഗാവസ്ഥ, ക്യാൻസർ പോലുള്ള രോഗങ്ങൾ, ട്യൂമർ പോലുള്ള രോഗങ്ങൾ. നമ്മളോട് ഇന്ന് പ്രാർത്ഥന ആവശ്യപ്പെട്ട മകൻ മഞ്ഞപ്പിത്തം ബാധിച്ച് അനേകം മക്കളുണ്ട് കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങളെന്ന് പ്രത്യേകം കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ദാനമായിട്ട് നൽകിയതാണ് ഞങ്ങളുടെ മക്കൾ എന്ന തിരിച്ചറിവോടുകൂടി അവരെ വളർത്താനുള്ള വലിയൊരു അഭിഷേകവും ഉത്തരവാദിത്വവും ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് അങ്ങ് നൽകണേ. മാതാവെന്ന രീതിയിൽ, പിതാവെന്ന രീതിയിൽ എൻ്റെ മക്കളോടുള്ള ഉത്തരവാദിത്വങ്ങൾ അവരെ പഠിപ്പിക്കാൻ, അവരെ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും വളർത്താനുള്ള വലിയൊരു വിവേകവും വിജ്ഞാനവും ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നൽകണേ കർത്താവേ. കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നതോ മാത്രമല്ല, അവരെ ശരിയായ രീതിയിൽ വളർത്താനുള്ള വലിയൊരു അഭിഷേകം കൂടി, ഒരു കൃപ കൂടി പ്രത്യേകം നൽകണേ കർത്താവേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഓർത്തേക്കണം കേട്ടോ. നമ്മുടെ സമൂഹത്തിൽ കുറ്റവാളികൾ ഉണ്ടാകുന്നത്, കൊലപാതകതകൾ ഉണ്ടാകുന്നത് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ശരിയായ വിധത്തിൽ വളർത്താത്തതും, ആ കുഞ്ഞു പ്രായത്തിൽ അവന് ലഭിക്കുന്ന ചില ശിക്ഷണങ്ങളും ചില ദുരാനുഭവങ്ങളുടെയും ആന്തരിക മുറിവുകളും വേദനകളുമാണ് ഒരുവനെ കുറ്റവാളിയായിട്ടും ചീത്ത സ്വഭാവത്തിലേക്കൊക്കെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ദിവസം ശിശുക്കളെ പോലെ പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുനാളുകളെ ഓർക്കാൻ, നമ്മളെ കരുതിയവരെ, നമ്മളെ പരിപാലിച്ചവരെ, ഒരമ്മച്ചി പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്നു. അച്ചോ, എൻ്റെ മകനെ 12 വയസ്സ് വരെയും അസുഖം വിട്ടുമാറാത്ത ദിവസങ്ങളില്ല. ചെറിയ ചെറിയ അസുഖങ്ങളാണ്. പല രാത്രികളിലും ഇന്നത്തെ പോലെ ആസ്പത്രികൾ, സുഖസൗകര്യ വഴിയാത്രയ്ക്കുള്ള മാർഗങ്ങളൊന്നും ഇല്ലാതിരുന്നിട്ടും കിലോമീറ്ററുകളോളം ഞാനും അപ്പനും കൂടി അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അത്രയും കഷ്ടപ്പാടോടെ ഞങ്ങൾ വളർത്തിയ ഞങ്ങളുടെ മകൻ ഇന്ന് ഞങ്ങളെ പരിചരിക്കാനോ ഞങ്ങളൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ഉണ്ടാക്കുന്നില്ല. വലിയ വിഷമമുണ്ട്. ഒരുപക്ഷെ അന്ന് ഞങ്ങൾ ഇത്രയും ത്യാഗം സഹിച്ചില്ലായിരുന്നെങ്കിൽ ഈ മകൻ ഇന്നിവിടെ ഉണ്ടാവുമായിരുന്നു പോലുമില്ല. മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരിക്കലും ശപിച്ചേക്കരുത് കേട്ടോ. നമ്മുടെ പ്രാർത്ഥനകൾ, പ്രത്യേകിച്ച് മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്ന, അപേക്ഷിക്കുന്ന യാചനകൾ ഒരിക്കലും കർത്താവ് തള്ളിക്കളയില്ല. ദോഷമായിട്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അതുപോലും കർത്താവ് സ്വീകരിക്കുന്ന എനിക്ക് തോന്നുന്നത്. ഒരു ദേഷ്യത്തിൻ്റെ പുറത്തു പോലും നമ്മുടെ മക്കൾക്കെതിരായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങൾ ഒരിക്കലും തുനിഞ്ഞേക്കരുത്. ആശ്രയബോധം ഉണ്ടാകട്ടെ കേട്ടോ. കുഞ്ഞുങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് മാതാവിലും പിതാവിലുള്ള ആശ്രയബോധം. എൻ്റെ പിതാവായ ദൈവത്തിലും ആശ്രയത്തോടെ നടക്കാൻ സാധിക്കട്ടെ.
പ്രത്യേകിച്ച് ഈ സമയം ചെറുപ്രായത്തിൽ മരിച്ചുപോയ, നമ്മളിൽ നിന്ന് വിട്ടകന്നുപോയ കുഞ്ഞുങ്ങളെയൊക്കെ പ്രത്യേകം ഓർത്തേക്കണം. നമ്മുടെ ഭവനത്തിലോ നമ്മൾ അറിയുന്ന ഭവനങ്ങളിലോ ചെറുപ്രായത്തിൽ മരണപ്പെട്ട് കടന്നുപോയവരൊക്കെ ഉണ്ടെങ്കിൽ യുവാക്കളായിട്ടുള്ള കുഞ്ഞുങ്ങൾ, അവരുടെ സ്വഭാവത്തിൻ്റെ മേഖലകൾ, വിവാഹപ്രായം എത്തിയിട്ട് വിവാഹം നടക്കാതിരിക്കുന്ന മക്കളെ ഓർത്ത്, വിവാഹിതരായി ഒരു കുടുംബമായിട്ട് താമസിക്കുന്ന മക്കളെ, പേരക്കുട്ടികളെ ഓർത്ത്, ഈശോയിലേക്ക് കൊടുക്കുന്നു. കർത്താവേ, അംഗദാനമായിട്ട് നൽകിയ ഞങ്ങളുടെ ഓരോ മക്കളെയും വേണ്ട വിധത്തിൽ പരിചരിക്കാൻ, അവരെ വളർത്താൻ, പ്രത്യേകിച്ച് ഭൗതികമായ നേട്ടങ്ങൾ മാത്രമല്ല കർത്താവെ, ആത്മീകമായി കൂടി ഞങ്ങളുടെ മക്കളെ വളർത്താനായിട്ടുള്ളൊരു വലിയൊരു അഭിഷേകം ഞങ്ങൾക്ക് നൽകിയേക്കണേ. പഠിക്കുന്ന മക്കള് ഈശോ അനുഗ്രഹിക്കട്ടെ. എതിർപ്പിൻ്റെയും തർക്കുത്തരം പറയുന്നതിൻ്റെ, അപ്പനെ അല്ലെങ്കിൽ അമ്മയെ ബഹുമാനിക്കാത്ത മക്കളുമായിട്ട് കലഹിക്കുന്ന കുടുംബങ്ങൾ പ്രത്യേകം ഒന്ന് സമർപ്പിച്ചേക്കണം കേട്ടോ. പണസമ്പാദനത്തിന് ശേഷം അപ്പനായിട്ട് അല്ലെങ്കിൽ അമ്മയായിട്ട്, സഹോദരങ്ങളായിട്ട് എപ്പോഴും കലഹിക്കുന്ന അനേകം മക്കളുള്ള കുടുംബങ്ങളുണ്ട്. ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ, വീടെന്ന് പറഞ്ഞാൽ ഒരു ലോഡ്ജായിട്ട് രാവിലെ പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. അതിൽ കൂടുതൽ യാതൊരു വിധത്തിലും ബന്ധങ്ങളില്ലാത്ത, സംസാരങ്ങളില്ലാത്ത അനേകം ശല്യപ്പൊത്ത് കൊടുത്തേക്കണം, പൂർണ്ണമായിട്ടും കൊടുത്തേക്കണം. ഈ മേഖല ശക്തമായിട്ട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു മേഖലയാണ്. അപ്പൻ മകൻ ബന്ധത്തിലുള്ള ഉലച്ചിലുകൾ, മാതാപിതാക്കളും മക്കളുമായിട്ടുള്ള ബന്ധം, ഒരമ്മ അപ്പൻ മകൻ അല്ലെങ്കിൽ മകൾ ബന്ധത്തേക്കാൾ ആരോ 2 പേര് അല്ലെങ്കിൽ 3 പേര്, കേസുകൾ, കോടതികൾ, പരസ്പരം ചീത്ത പറച്ചിലുകൾ, പഴിചാരലുകൾ, ആക്രമണങ്ങൾ, ശാരീരിക ഉപദ്രവങ്ങൾ, ഈശോയുടെ നാമത്തിൽ അവയൊക്കെ വിട്ടുപോകട്ടെ. പ്രിയരെ, നമ്മുടെ മക്കളായിട്ട് ഏതെങ്കിലും തരത്തിൽ അകൽച്ചകളുണ്ടെങ്കിൽ ഈശോയിലേക്ക് കൊടുത്തേ. മാതാവായിട്ട് പിതാവുമായിട്ട് ഏതെങ്കിലും അകൽച്ചകളുണ്ടെങ്കിൽ ശാന്തമായിട്ട് കേട്ടോ, മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കട്ടെ. ഈശോ ആവശ്യപ്പെടുന്നുണ്ട്, നമ്മിൽ നിന്ന് കടന്നുപോയ, വാങ്ങിപ്പോയ, മരണപ്പെട്ടുപോയ മാതാപിതാക്കളിൽ നിന്ന് പ്രത്യേകം ഓർത്തേക്കണം. അതെത്ര തന്നെ വർഷങ്ങളായാലും, എത്ര തന്നെ വർഷങ്ങൾക്ക് മുൻപ് കടന്നുപോയവരാണെങ്കിലും അവരുടെ നല്ല ഒരു പിടി ഓർമ്മകൾ നമുക്ക് കാണും. സ്തുതി. ഈ ദിവസം മുഴുവൻ പ്രത്യേകിച്ച് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെയും പ്രത്യേകിച്ച് നമ്മളെ പരിപാലിച്ച മാതാപിതാക്കളെയും ഓർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് മാതാപിതാക്കളുമായിട്ട് എന്തെങ്കിലും അടുപ്പക്കുറവുകളോ
മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പോലും ഏതെങ്കിലും മേഖലകളിൽ അസ്വസ്ഥതകളോ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് സമർപ്പിച്ചേക്കുക. പ്രാർത്ഥിക്കുക. ആരാധന ആരാധന. പ്രിയരെ, പ്രത്യേകിച്ച് മക്കൾക്കുണ്ടാകുന്ന രോഗം മൂലം വേദനിക്കുന്ന മാതാപിതാക്കളെ കൂടി സമർപ്പിക്കാൻ പ്രത്യേകം ഈ ദിവസം നിങ്ങളൊന്ന് ഓർത്തേക്കണം കേട്ടോ. മാരകമായ അസുഖങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെ ഓർത്ത് വേദനിക്കുന്ന അനേകം മാതാപിതാക്കളുണ്ട്. ഒരിക്കലും മാറില്ലെന്നറിയാം. മരണത്തിന് മക്കളെ തയ്യാറാക്കുന്ന മാതാപിതാക്കളുടെ വേദന. കടക്കുന്നു. മക്കള് പറയുന്ന ചില വാക്കുകൾ, ചില പ്രവർത്തികൾ വലിയ മുറിവുണ്ടാക്കുന്ന അപ്പനും അമ്മയും. നീ അല്ലെങ്കിൽ ഇവള് ഇത്രമാത്രം വളർന്നുപോയി എന്നൊരു തിരിച്ചറിവ്, എന്നെപ്പോലും എതിർക്കാൻ, എനിക്കെതിരെ പോലും സംസാരിക്കാനായിട്ട് എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകള് വളർന്നു എന്ന വേദനയോടെ അപ്പം പ്രത്യേകം ഈ ദിവസങ്ങളിൽ വലിയ വേദനയോടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. മകൾക്ക് തെറ്റായ ഒരു ബന്ധം, അത് വലിയ വേദനയോടെ വീട്ടുകാരറിയാതെ ഭവനത്തിൽ നിന്നിറങ്ങി മറ്റൊരു വിവാഹം കഴിച്ചതിൻ്റെ വേദന. ഈ സമൂഹത്തിന് മുൻപിൽ ഇങ്ങനെയൊന്നുമല്ല അവളുടെ വിവാഹവും അല്ലെങ്കിൽ അവളെക്കുറിച്ചുള്ള ധാരണകൾ ഉണ്ടായിരുന്നത്, അത് തെറ്റിയതിലുള്ള വേദന. അയൽപക്കക്കാരും മറ്റുമൊക്കെ പരിഹസിക്കുന്നതിലുള്ള മാനക്കേട് ആലോചിച്ചിരിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ അപ്പനും അമ്മയും പ്രത്യേകം ഈ മേഖലകളൊക്കെ ഹൃദയം തകർന്നിരിക്കുന്ന മാതാപിതാക്കളെയും കർത്താവേ അവർക്കായി കൊടുത്തിരിക്കുന്ന മക്കളെയും പ്രത്യേകം അനുഗ്രഹിക്കണേ. വിദേശത്തായിരിക്കുന്ന മക്കൾ പഠനത്തിന് മറ്റ് മേഖലകൾക്കൊക്കെ ആയിട്ട്, ജോലി മേഖലകൾ, പഠന മേഖലകൾക്കൊക്കെ വിദേശത്തായിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് ഒരു ദിവസം മുഴുവൻ അതിമനോഹരമായൊരു ദിനമായിട്ട് തീരട്ടെ. ഈശോയെ, ഒരുപക്ഷെ ഈ പ്രഭാതം ഞങ്ങളുടെ മക്കളെക്കുറിച്ച്, ഞങ്ങളുടെ മാതാപിതാക്കളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കൂടുതൽ അങ്ങയോട് അടുക്കേണ്ട സമയമാണെന്നറിയുന്നു. ഞങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങളിലേക്ക്, ഈ ദിവസത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ കൂടുതൽ വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ, അങ്ങയോട് അടുക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകിയാട്ടെ നാഥ. ഈ ദിവസം മുഴുവൻ അങ്ങയുടെ ശക്തമായ സംരക്ഷണത്തിൻ്റെ കീഴിൽ ഞങ്ങൾ കാത്തുപാലിക്കപ്പെടാൻ, ഞങ്ങളുടെ സംസാരത്തിലും ഞങ്ങളുടെ പ്രവൃത്തിയിലും ആരെയും വേദനിപ്പിക്കുന്ന ഒന്നും തന്നെ പറയാതിരിക്കാൻ, പ്രത്യേകിച്ച് കർത്താവേ ഞങ്ങളുടെ മക്കളെ ചേർത്ത് പിടിക്കാൻ, ഒരുപക്ഷെ ഞങ്ങളെ അമ്മയും അപ്പനും ഉണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിക്കാനുള്ള ഒരു മനോഹരമായൊരു ദിനമായിട്ട് ഈ ദിനത്തെ അങ്ങ് മാറ്റണമേ. കരുണയായിരിക്കണമേ കർത്താവേ. വേദനിക്കുന്ന എല്ലാ പിതാക്കന്മാരെയും മാതാപിതാക്കളെയും പ്രത്യേകിച്ച് ഞങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ, അവരാഗ്രഹിക്കുന്ന രീതിയിൽ അവരുടെ കുഞ്ഞുങ്ങളെ വളർത്താനുള്ള കൃപ, പ്രത്യേകിച്ച് കർത്താവേ രോഗാവസ്ഥയിലായിരിക്കുന്ന, അതുമൂലം വേദനിക്കുന്ന കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും പ്രത്യേകാൽ നീ അനുഗ്രഹിക്കുകയും അവരോട് കരുണയായിരിക്കുകയും ചെയ്യണമേ നാഥ.
ദൈവകരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തനേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തനേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. അനാദി മുതൽ എന്നേക്കും ആമേൻ ആമേൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തനേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. പ്രിയരെ, അനുഗ്രഹത്തിനായിട്ട് നമ്മൾ നമ്മുടെ തലകളെ വണക്കുമ്പോൾ ഈശോ ശക്തമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങളെ പോലെ ആകാൻ വേണ്ടി നമ്മളോട് ആഹ്വാനം ചെയ്യുന്ന ഒരു ദിനമാണ്. ആശ്രയബോധം ഉണ്ടാകട്ടെ കർത്താവിൽ. നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാൻ സാധിക്കട്ടെ. കുഞ്ഞുങ്ങളെ കരുതാൻ, അവരാത്മീയമായിട്ട് വളർത്താനുള്ള വലിയൊരു അഭിഷേകം കൊണ്ട് നമ്മൾ നിറയുന്ന ഒരു ദിനമാകട്ടെ ഈ ദിനം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും, പ്രത്യേകിച്ച് കർത്താവെ ഇന്ന് പ്രഭാത ധ്യാനത്തോടെ ഈ ദിനം ആരംഭിക്കുന്ന ഈ മക്കളോടും ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കൂടെ ഉണ്ടാകട്ടെ, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ആമേൻ. അനുഗ്രഹത്തിനായിട്ട് കടന്നു വരാം.